അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ. സദഖല്ലാഹ്. ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം മഹത്വമുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു അമലിനെ കുറിച്ചാണ്, അഥവാ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പല ആളുകളും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും, സമയമുണ്ടായിട്ട് പോലും അറിവില്ലായ്മ കൊണ്ടോ അവഗണന കൊണ്ടോ ഒഴിവാക്കുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. എന്താണ് അതിൻ്റെ മഹത്വം? എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത? എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നിസ്കരിച്ച് വലിയ സ്ഥാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാർ പറയുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കണം. ഖിയാമുൽ ലൈലിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പോടുകൂടെയായിരിക്കണം ഉറങ്ങാൻ വേണ്ടി പോവേണ്ടത് എന്ന് പറയുമ്പോൾ, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തഹജ്ജുദ് നിസ്കാരമാണ് എന്ന് പറയുന്നു. ഖിയാമുൽ ലൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തെയാണ്. ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി എണീക്കുമെന്നുള്ള ഉറപ്പോടുകൂടെയായിരിക്കണം വിരിപ്പിലേക്ക് നമ്മൾ പോവേണ്ടത് എന്ന് മഹാന്മാർ ആണ് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഞാൻ പറഞ്ഞു, പല ആളുകളും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും വിശുദ്ധമായ റമളാനു ശരീഫ് വന്നാൽ അത്തായത്തിന് എഴുന്നേൽക്കുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ. അതിൽ തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമുണ്ടായിട്ട് പോലും നിസ്കരിക്കാതെ അവഗണിച്ചു കളയുന്ന, മാറ്റി നിർത്തുന്ന ധാരാളം ആളുകളെ കാണാൻ പറ്റും. ഈ ഒരു നിസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ധാരാളം ശ്രേഷ്ഠതകൾ, അള്ളാഹു മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സദാസമയത്തും പരലോകത്ത് വെച്ച്, സ്വർഗത്തിൽ വെച്ച് സദാസമയത്തും റബ്ബിനെ ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാം ഓരോരുത്തരും സ്വർഗത്തിലേക്ക് പോകണമെന്നും അവിടെ പ്രധാനമായും സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ലിഖാഉ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അവിടേക്ക് പോകുമ്പോൾ. അപ്പം ഈ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അവിടെ തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ് അള്ളാഹുവിനെ ദർശിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസത്തിൽ രാവിലെ അള്ളാഹുവിനെ ദർശിക്കുന്നവരുണ്ട്, ഉച്ച സമയത്തും വൈകുന്നേര സമയത്തും ദർശിക്കുന്നവരുണ്ട്, 2 ദിവസം കൂടുമ്പോൾ റബ്ബിനെ ദർശിക്കുന്നവരുണ്ട്, ആഴ്ചയിൽ റബ്ബിനെ ദർശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആളുകളുടെ സ്വർഗത്തിലെ പദവിക്കനുസരിച്ചാണ് അല്ലാഹുവിനെ നാളെ സ്വർഗാവകാശികൾ ദർശിക്കുക. അവിടെയാണ് മഹാന്മാർ നമ്മോട് പറഞ്ഞു തരുന്നത്, തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ സദാസമയവും റബ്ബിനെ ദർശിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത്. അഥവാ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന ആളുകൾക്ക് സദാസമയം റബ്ബിനെ ദർശിക്കാൻ സാധിക്കും. ഈ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. അവിടെ പ്രധാനമായിട്ട് പറഞ്ഞ പ്രതിഫലങ്ങളിൽ ഒന്നാമത് അല്ലാഹുവിനെ സദാസമയവും ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത് അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ആന്തരികമായ അവയവങ്ങളുടെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരും എന്നുള്ളത്. ആന്തരികമായ അവയവങ്ങൾക്ക് രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ, അഥവാ കൽബിൽ ഏൽക്കുന്ന രോഗങ്ങളാണ്, കൽബിലുണ്ടാകുന്ന രോഗങ്ങളാണ് കിബ്ർ,
റിയാ, ഉജ്ബ്, ഹിഖ്ദ്, ഹസദ് പോലത്ത കൽബിയായ രോഗങ്ങളും ഇത് നമ്മുടെ കൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പ്രയാസമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൽബിയായ രോഗങ്ങൾ അല്ലാഹു തആല എടുത്തുകളയും. അഥവാ ആന്തരികമായ രോഗങ്ങളിൽ നിന്ന് അവനെ മുക്തി നേടുന്നവനായിരിക്കും. മൂന്നാമത് പറയുന്ന സ്വർഗത്തിൽ ഉന്നതമായ പദവി അല്ലാഹു അവന് നൽകുമെന്നുള്ളതാണ്. ആ ഉന്നതമായ പദവി കിട്ടുന്നവർക്കാണ് സദാസമയം റബ്ബിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും. അപ്പോൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ വാഹനങ്ങളും വീടുകളും അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും വാഹനങ്ങളും വീടുകളും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകമായി അല്ലാഹു തആല അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അതും നല്ല വാഹനങ്ങളും നല്ല വീടും അല്ലാഹു തആല നൽകും. അതുപോലെ തന്നെ ഈ തഹജ്ജുദ് നിരന്തരം മുടങ്ങാതെ നിസ്കരിക്കുന്ന ആൾ, അവർക്ക് ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്നതിൻ്റെ മുൻപ് അവൻ്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് അവന് ലഭിക്കുന്നതാണ്. അവന് അറിവ് ലഭിക്കും, അവന് അറിവ് കിട്ടുന്നതാണ് അവൻ്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടേ അവൻ ലോകത്ത് നിന്ന് വിട പറയുകയുള്ളൂ. മറ്റൊരു കാര്യം പറയുന്നത് അവൻ്റെ ദുആഇന് അല്ലാഹു തആല ഇജാബത്ത് നൽകുന്നതാണ്. അവൻ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്താലും അവൻ എന്തു കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞാലും അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. മറ്റൊന്ന്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ അവൻക്ക് സാധ്യമാകും. നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖിന് അല്ലെങ്കിൽ അല്ലാഹു തആല അവന് നൽകുന്നതാണ്. ഈ ഒരു മഹത്വങ്ങൾ, ഇത്രയും മഹത്വങ്ങൾ, ഇതെല്ലാം ധാരാളം കാര്യങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ഈ പ്രധാനപ്പെട്ട നിങ്ങൾ നോക്ക് മഹത്വങ്ങളൊക്കെ അല്ലാഹു തആല നൽകുന്നത് ആർക്കാണ്? തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ. അത് വലിയ ഒരു ഭാരമുള്ള നിസ്കാരമല്ല. അതേ സ്ഥാനത്ത് രാത്രിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന, അതുപോലെ തന്നെ മടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രാത്രിയുടെ അവസാന സമയം. തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്പം ഉറങ്ങിയതിൻ്റെ ശേഷം ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരാ പറഞ്ഞു വെച്ചത്, നിങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം എന്ന് മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നാം ഓരോരുത്തരും തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കും. അഥവാ ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകളൊക്കെ നിസ്കരിച്ച് നാം അല്പം ഉറങ്ങിയതിൻ്റെ ശേഷം ഉണർന്ന് നിസ്കരിക്കുന്ന ആ നിസ്കാരം സുബഹിയുടെ സമയം വരെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അപ്പം നിസ്കരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു ഉറങ്ങി എണീറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ്. അഥവാ രണ്ടു കാര്യമാണ് പറയുന്നത്, ഇശാ നിസ്കരിക്കണം, അതിൻ്റെ ശേഷം ഉറങ്ങുകയും വേണം. ഇത് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് നിസ്കരിക്കണം. അത് 10 മിനിറ്റ് ഉറങ്ങിയാലും അരമണിക്കൂർ ഉറങ്ങിയാലും ഒക്കെ ശരി, എണീറ്റ് നിസ്കരിക്കാം. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ അവസാന സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് നാം തഹജ്ജുദ് നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരമാണ്. അധികരിച്ചാൽ എത്രയും നിസ്കരിക്കാം, അതിൻ്റെ കണക്കൊന്നുമില്ല. ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരം. തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ 2 റക്അത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ വജ്ഹത്ത് ഓതണം, ഫാത്തിഹ സൂറത്ത് ഓതണം. സൂറത്തുകൾ ഇന്നത് എന്നൊന്നുമില്ല, നമുക്ക് അറിയുന്ന സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യും. നമ്മൾ ധാരാളം നിസ്കരിക്കുന്നതിനേക്കാൾ
2 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഖിയാം, നൃത്തം ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുജൂദ്, ധാരാളം സമയം സുജൂദിലായിട്ട് നിന്നിട്ട് ആ നിസ്കാരത്തെ ദീർഘിപ്പിക്കും. അവിടെയാണ് മഹാന്മാരൊക്കെ പറയുന്നത്, നമ്മൾ ധാരാളം നിസ്കരിക്കുന്നതിനേക്കാൾ, ധാരാളം റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് നൃത്തം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരം. അതിൽ നമ്മൾ സാധാരണ ഓതുന്ന യാസീൻ സൂറത്ത് ഓതാം, തബാറക സൂറത്ത് ഓതാം, വാഖിഅ സൂറത്ത് ഓതാം, ദുഹാൻ സൂറത്ത് ഓതാം. നമുക്ക് ഏത് സൂറത്താണോ നമുക്ക് കഴിയുന്നതെങ്കിൽ നിത്യവും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകൾ നാം അധികരിപ്പിച്ചുകൊണ്ട് ഓതിക്കൊണ്ട് ആ നൃത്തം അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. ഈ രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. ഞാനല്ല നിസ്കരിച്ചത്, മറ്റുള്ളവരൊന്നും നിസ്കരിച്ചില്ല, അതുകൊണ്ട് അവർക്കൊന്നും വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടൂല എന്നല്ല. മഹാന്മാരായ മുത്തഖീങ്ങളായ അല്ലാഹുവിൻ്റെ അടിമകളുടെ ഒരു ചര്യയാണ് അവർക്ക് വേണ്ടിയിട്ടും അവർ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയിട്ടും റബ്ബിനോട് ദുആ ചെയ്തിരുന്നു. അത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പം ആ രൂപത്തിൽ നാം ദുആ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ടും നാമുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ 2 റക്അത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദിവസവും നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരും. ഇന്ന് ധാരാളം രോഗികളുണ്ട്, രോഗത്തിന് ഒരു കുറവുമില്ല. രോഗത്തിൻ്റെ പേര് പോലും ഇന്ന് വലിയ വലിയ ഡോക്ടർമാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് ഈ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫാ തഹജ്ജുദ് നിസ്കാരം കൊണ്ടുണ്ട്. നമ്മുടെ മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കടമുള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അതിന് ഞാൻ പറഞ്ഞു, നാം ഓരോരുത്തരും ആത്മാർത്ഥമായിട്ടായിരിക്കണം ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പം തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കാതെ ഒരു ബാധ്യത എന്നോണം നാം അത് പൂർത്തീകരിക്കണം. അതിന് സുബഹിയുടെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് നമ്മളെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് നമ്മൾ സമാധാനത്തോടുകൂടെ, നമ്മൾ ഒരു സന്തോഷത്തോടു കൂടെ നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കണം. കാരണം പൊതുവിൽ ആ സമയം മടിയുടെ സമയമാണ്, ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മടി പൊതുവൊക്കെ എടുത്ത് വന്നാലും നമുക്കിങ്ങനെ ഒരു ചടപ്പ്, ഒരു മടി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. അങ്ങനെ നിസ്കരിച്ചാൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് മാത്രമല്ല, ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രതിഫലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ട് അവന് മരണപ്പെടൂ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ആൾക്കാണ് അതിലൊക്കെ താല്പര്യമില്ലാത്തത്? ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ദുആ ചെയ്യുന്നില്ല പഠിച്ചവനോട്, പഠിച്ചവനെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കട്ടിത്തരണം, ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തരണം, ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു കാര്യം, ഈ ഒരു നിസ്കാരം നിസ്കരിച്ചാൽ അല്ലാഹു തആല നമുക്കതൊക്കെ ചെയ്തു തരും. നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, ഈ സമയത്ത് നമുക്ക് അവസരം കിട്ടിയിട്ട് പോലും, തഹജ്ജുദ് നിസ്കരിക്കാൻ അവസരമുണ്ടായിട്ട് പോലും നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ സുബൈ ബാങ്കിൻ്റെ മുമ്പ് ചിലപ്പോൾ നമ്മൾ ഉണർന്നിട്ടുണ്ടാകും, എന്നാലും നമ്മൾ എഴുന്നേൽക്കും. ഇവിടെ തന്നെ ഇപ്പം ഇശാ നിസ്കരിക്കാൻ ചില പ്രയാസങ്ങളുള്ള കാരണമുള്ള ആളുകൾ
എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഇശാ നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ജോലിയോ മറ്റു കാരണങ്ങളോ കൊണ്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ആകെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട അയാള് ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് ആ നിസ്കാരത്തോടു കൂടെ തന്നെ തഹജ്ജുദും കിട്ടും. ഇനിയിപ്പം എന്ത് ചെയ്യണ്ട, ഇശാ നമുക്ക് സുബൈയുടെ മുമ്പ് നിസ്കരിച്ച ഇശാവും കിട്ടും സുബൈയും കിട്ടും എന്ന് ചിന്തിച്ച് നിൽക്കണ്ട. അതേ സ്ഥാനത്ത് അങ്ങനത്തെ ഒരു അവസരം വന്നുപോയാൽ നമുക്ക് ഇശാ നിസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ തഹജ്ജുദിൻ്റെ കൂലിയും അല്ലാഹു തആല നൽകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, വളരെയധികം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ സമയം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാതെ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ മാത്രം എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുക, നമ്മുടെ ഭാര്യമാരെ വിളിക്കാതിരിക്കുക, നമ്മുടെ ഭർത്താക്കന്മാരെ വിളിക്കാതിരിക്കുക, ഇങ്ങനെയല്ല. ഇവിടെ മഹാനരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു ഭർത്താവ് തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുകയും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉണർത്തി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്യാം. എന്നിട്ടും എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചിട്ട് അവരെ ഉണർത്തണം. അങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. അതിൽ ഭർത്താവ് എണീറ്റ് നിസ്കരിച്ച് ഭാര്യയെ വിളിച്ചിട്ട് ചെയ്യണം. നേരെ തിരിച്ചും അങ്ങനെ തന്നെ ഭാര്യ എഴുന്നേറ്റ് ഒതു എടുത്ത് വന്ന് നിസ്കരിച്ചു, ഭർത്താവിനെ തഹജ്ജുദിന് വേണ്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, മടിച്ച് കിടക്കുകയാണെങ്കിൽ ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് മുഖത്തേക്ക് ഒഴിച്ചിട്ട് ഉണർത്തുന്നവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പം നമ്മൾ മാത്രം എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കാൻ പ്രായപൂർത്തിയെത്തിയ ആളുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവരെ മുഴുവനും എണീപ്പിച്ച് നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് കാല് വീർത്ത സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മളെ കാലിൽ നീര് വരിക എന്ന് പറയുമ്പോൾ കൂടുതൽ നേരം നിൽക്കുമ്പോഴാണ് കാലിൽ നീര് വരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൃത്തം ദീർഘിപ്പിച്ചിട്ടായിരുന്നു നിസ്കാരമൊക്കെ നിസ്കരിച്ചിരുന്നത്. വലിയ വലിയ സൂറത്തുകൾ ഓതുമായിരുന്നു. ആ നീര് വന്ന കാല് കണ്ടപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, തങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും തങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലയോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഓ ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആവേണ്ടതില്ലയോ? അഥവാ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയപ്പോൾ ഇതിനെ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് അല്ലാഹു തആല എത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ ചെയ്യേണ്ട ബാധ്യതയും നമുക്കുണ്ട്. നാം അതിൽ മടി കാണിക്കുന്നവരും അലസത കാണിക്കുന്നവരുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ? അല്ലാതെ ഞാനിങ്ങനെ അല്ലാഹു തആല എല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം നന്ദിയുള്ള അടിമ ആവേണ്ടയോ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നന്ദി കാണിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യേണ്ടവരെങ്കിൽ, നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾ തന്നിട്ട് അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ നന്ദി കാണിക്കുന്നതിൽ മനുഷ്യർ വിമുഖത കാണിക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ജീവിയെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ യജമാനനോട് എന്തുമാത്രം നന്ദി കാണിക്കാറുണ്ട്. ഒരു നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും ബുദ്ധിയില്ലാത്ത ജീവികൾ പോലും അതിൻ്റെ യജമാനന്മാരോട് നന്ദി കാണിക്കുന്നുവെങ്കിൽ, ഒരു നേരം ഭക്ഷണം കൊടുത്തതിനോ അല്ലെങ്കിൽ പ്രയാസമുള്ള സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തതിൻ്റെ പേരിലോ നന്ദി കാണിക്കുന്നുവെങ്കിൽ, ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള മനുഷ്യന് എല്ലാം നൽകിയ റബ്ബാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ റബ്ബിന് നന്ദി ചെയ്യാൻ താല്പര്യമില്ല, അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്.
നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലേ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അവിടുത്തെ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരു മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് 10,000 റക്അത്ത് നിസ്കരിച്ച നിസ്കാരത്തിനോട് തുല്യമായിരിക്കും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിന് 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. യുദ്ധക്കളത്തിൽ വെച്ചുള്ള നിസ്കാരത്തിന് 20 ലക്ഷം റക്അത്തുകളുടെ പ്രതിഫലമുണ്ട്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ പ്രതിഫലം മുഴുവനും, ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ ഈ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അതാരാണ്? ആ മനുഷ്യൻ എന്ന് പറയുന്നത് പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? ഈ പ്രതിഫലങ്ങളൊക്കെ അല്ലാഹു തആല കൊടുക്കും. അഥവാ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെക്കാൾ ഉപരി പ്രതിഫലം അല്ലാഹു തആല ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുമെന്നുള്ളതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് ഞാൻ പറഞ്ഞു ധാരാളം മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ നമുക്കിവിടെ പറഞ്ഞു തീർക്കാൻ സാധ്യമാവുകയില്ല. നോക്ക് നിങ്ങളെ, ഒന്നുകൂടെ പറയട്ടെ. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അന്ത്യദിനം, അതാ മഹ്ശറ ലോകത്ത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടുന്ന് ആ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അവിടുന്ന് ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് അനൗൺസ്മെന്റ്? രാത്രി സമയത്ത് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച ആളുകൾ എവിടെ, അഥവാ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെ എന്നുള്ളൊരു ചോദ്യം മഹ്ശറയുടെ എല്ലാ ഭാഗത്തും മുഴങ്ങി കേൾക്കും എന്നുള്ളതാണ്. ആ സമയത്ത് ആ മഹ്ശറയിൽ നിന്ന് ഏതാനും ചില ആളുകൾ മാത്രം എഴുന്നേൽക്കുകയും ആ ആളുകൾ വിചാരണയില്ലാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിലൂടെ നേരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതും കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ തഹജ്ജുദ് നിസ്കാരം മഹത്വമുണ്ട്. കാരണം ആ നിസ്കാരം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ ആളുകൾ മാത്രമേ അത് നിർവഹിക്കുള്ളൂ. അതിനുള്ള തൗഫീഖ് ലഭിച്ച ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.